ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ റെസ്റ്റോറന്റിൽ പോയി ഫുഡും കഴിച്ചു, വയറും എല്ലാം ഫുള്ളായി. കുറച്ചു നേരം നമുക്ക് ഇവിടുന്ന് വിശ്രമിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മറൈൻ അക്വേറിയം കാണാൻ പോയി. അതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ട്രിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മറൈൻ അക്വേറിയത്തിൽ പോയി ഫിഷിനെ കാണുന്നതാണ് അല്ലേ. അതുകൊണ്ട് കുറച്ചു നേരം വിശ്രമം, അതിനുശേഷം ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും the thing what we do will be done. Okay guys, നമ്മുടെ ഈ തൃശ്ശൂർ ട്രിപ്പിൽ മറൈൻ അക്വേറിയത്തിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആക്ച്വലി ഞാനും നമ്മുടെ അക്വാമാനും അല്ല, നമ്മുടെ വാട്ടർമാനും കൂടെ ഉണ്ട്. അക്വാമാനും വാട്ടർമാനും ഏകദേശം ഒന്ന് രണ്ടും വെള്ളം തന്നെയാണ്. സോ ഇറ്റ് മേക്സ് സെൻസ്. ഇന്ന് മൊത്തം വെള്ളത്തിലെ കളിയാണ്. നമ്മുടെ ചാനൽ തന്നെ ഒരു വെള്ളത്തിലെ കളി ആണെങ്കിൽ കൂടെ തന്നെ ഇന്ന് പരിപൂർണമായിട്ടും വെള്ളത്തിലുള്ള കളികളാണ്. സോ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. Enjoy this video. It's a very useful video and very informative video. താഴോട്ടും തോന്നുന്നു, താഴോട്ടും ഉണ്ടാക്കണുണ്ടോ? ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് മറൈൻ അക്വേറിയത്തിൽ. കൂടുതൽ കാര്യങ്ങളും എല്ലാം നേരിട്ട് കണ്ടുപിടാം തീർച്ചയായിട്ടും. ഇതാ നമുക്ക് നേരെ ഇവിടെ കാണുന്നത് നമ്മുടെ പഞ്ചവടി ബീച്ച് അല്ലേ. പഞ്ചവടി കടപ്പുറമാണ് കാണുന്നത് അതിന്റെ പുറയിൽ. അപ്പോൾ അവിടെയാണ് അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് പോയല്ലോ മിസ്റ്റർ വാട്ടർമാൻ. ഇത് കണ്ടോ, പഴയ ഒരു ടൈപ്പ് കാറാണ്. ഏത് കാറാണ്? പ്രീമിയം പത്മിനിയാണോ? അല്ലല്ല, കാറല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് അതിനകം കാണാലോ, അതിനകത്തൊരു മിനിയേച്ചർ അക്വേറിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. കൊള്ളാമല്ലേ? വണ്ടിയും കൊള്ളാം. അതെ, ഫസ്റ്റ് ടൈം. ഇത് പിരമിഡ് പോലെ ഉണ്ടല്ലോ, പിരമിഡിന്റെ അതല്ലേ?
ഇലക്ട്രിക് ഹീല് നമ്മുടെ ഡ്രങ്കനെ കൊണ്ടൊന്ന് കറണ്ടെത്തിക്കായിരുന്നല്ലേ? ആ വലിയ ആൾക്കാരെത്തി. Guys, ഇത് നമ്മൾ കാണുമ്പോൾ എല്ലാം കല്ലുകളാണെന്ന് മനസ്സിലാക്കുള്ളൂ. ബട്ട് റിയൽ തിങ് ഈസ് ദാറ്റ് ദിസ് ഈസ് ദ ഫിഷ്. കണ്ടോ, അതിന്റെ ഗിൽസ് ഇറങ്ങുന്നുണ്ടോ, അത് ശ്വസിക്കുന്നതാണോ കണ്ടോ? നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കും ഇത് ഫിഷാണ്. ഇത് മീൻ ഫിഷ്, സ്റ്റോൺ ഫിഷ്, ഇതാണ് കണ്ണ്, ഇതതിന്റെ ഗിൽസ് ആണ്. കണ്ണത് ഈ കാണുന്നത് ഓന്തിനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇതിന് നിറം മാറാൻ പറ്റും. ഇത് ഈലാണ്, ലെപ്പേർഡ് ഈലാണ്. ഞങ്ങൾക്ക് മത്തി ചോദിച്ചാൽ ഇപ്പൊ അതില് ഇപ്പൊ കാണാൻ ഗൈസ് ട്വിസ്റ്റ്. എന്റെ പള്ളി ഇവൻ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇവൻ ഡേഞ്ചറാ, പട്ടയെന്ന് പറഞ്ഞ അടിച്ചിട്ടില്ലേ? കാണിച്ചിടാ അവിടെ ഇട്ടോ അത് നീ താഴെ കഴിയില്ലേ? അങ്ങനെ നമ്മുടെ അക്വേറിയം പരിപാടി എല്ലാം കഴിഞ്ഞു, വെള്ളത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റി. യഥാർത്ഥത്തിലുള്ള വെള്ളത്തിന്റെ പരിപാടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വാട്ടർമാൻ നമ്മളെ കുറെ കാലത്തിന് ശേഷം ജോയിൻ ചെയ്ത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി ഇത്തിരി കട്ടിയായിരിക്കും അല്ലേ? അതെ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ഒരു ബാർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചോളം. അതെ, അതെന്താണ് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയാം. ഇതിനൊക്കെ നമ്മൾ ചെല്ലുന്ന എവിടെയാണോ അവിടെ എല്ലാവരും ബാറുണ്ടോ, പ്രീമിയത്തിലുണ്ടോ? ഇതാണ് ഇവരുടെ പ്രീമിയം ലൗഞ്ച് എന്ന് ഒരു ഐഡിയ ഇല്ല ആക്ച്വലി. ഇന്നത്തെ ഫേവറേറ്റ് സാധനങ്ങൾ ഇതൊക്കെയാണ്, സ്പെഷ്യൽ സാധനങ്ങൾ. റാബിറ്റ് റോസ്റ്റ്, ഫ്രൈ ഉണ്ട്, നെയ്മീൻ ഫ്രൈ, ഡക്ക് റോസ്റ്റ്, മണവാള ബീഫ്,
അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം. ബ്രാൻഡി ഉണ്ട്. കുറച്ചുകൂടെ ബെറ്റർ. എന്താ ചെയ്യണം? വൈറ്റ് റം എന്തുണ്ട്? ഓൾഡ് കണ്ട് കഴിക്കാനുണ്ടാവും. ഫിഷിന്റെ എന്താ? ചില്ലി ഫിഷാണ്. വേറെ ചിക്കൻ അല്ലേ? ഫിഷ് പ്രോൺസ് വല്ലോ? പിന്നെ 2 ഗ്ലബ്സോടാ. രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് കഴിക്കാൻ പറ്റുമോ? വേറെ ഉണ്ടല്ലോ സ്നാക്സ്. അങ്ങനെ എത്ര മതി? 2 പേർക്ക് 4 പേർക്ക് 1 പേർക്ക് 2 കപ്സോട, 1 പ്രോൺസ് ഡ്രൈ ഫ്രൈ, അപ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഇന്ന് നല്ല ഉഗ്രനായിട്ട് അലഞ്ഞ് വളരെയധികം ക്ഷീണിതരാണ്. കാരണം അത്രയും മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചു വരിക, കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം നേരെ അവിടെ പോവുക, എത്ര മണിക്കൂർ അവിടെ നടന്നറിയാം. നമ്മൾ നടക്കുമ്പോഴൊക്കെ ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വിശ്രമിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് ശരിക്കും അതിന്റെ എഫക്ട് മനസ്സിലാവുന്നത്. പക്ഷെ ഏത് എഫക്റ്റിലായാലും ഏത് സാഹചര്യമായാലും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതെ ഞങ്ങൾ ഒരിക്കലും പിൻവാങ്ങുന്നതല്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും അവസ്ഥയിലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കഴിക്കാൻ ബെസ്റ്റ് നമ്മുടെ മുട്ടത്തലയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓൾഡ് മഞ്ഞ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതും കേട്ടതാണ്. ഇനിയുള്ള വിശേഷങ്ങൾ ഞങ്ങളോർത്തെ ക്യാഷായിട്ട് പറഞ്ഞിട്ട് ചേട്ടൻ മാറി കടലെന്നാണ് കേട്ടത്. പേടിച്ചിരിക്കുകയാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഒരു തനി ലോക്കൽ സെറ്റപ്പ് വെള്ളം ഇവിടെ കുപ്പിയാകുമ്പോ അതെ കുട്ടി കുറച്ചൊക്കെ വരും. അതെ കറക്റ്റ് കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ അവര്. സാധനമില്ലേ? ആ മെഷറിംഗ് ഉണ്ടെങ്കിൽ തന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയേക്കും പോകും. ക്യാഷിനിട്ട് കൊള്ളാം. മുളകൊക്കെ അല്ലേ? നമ്മളത് സംഭവം അറിയാം. നമ്മളെ കുറച്ച് ഉപ്പില്ല, നമ്മളെ പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് വെറുതെ ഒന്ന് പൊളിച്ചെടുക്കുന്ന സാധനം. എന്നെ പൊളിച്ച് ഉപ്പ് കൂടി എന്റെ മേളിൽ ഉപ്പിട്ടുണ്ടോന്ന് അറിയുന്നില്ല, കൊണ്ട തോന്നുന്നു. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാം. അല്ലേ? അതുപോലെ ക്യാഷിട്ട് കൂടെ പിടിപിടിച്ചത് ആയിരിക്കും. ഉണ്ടല്ലേ? ദീപുമാരിനെ റോസ്റ്റ് എടുത്താൽ തോന്നുന്നു കേട്ടോ, അല്ലേ? മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓൾഡ് മന്തിന് പറ്റിയ തണ്ടികൾ തന്നെയാണ്. ഞങ്ങൾ ഈ രാത്രിയിൽ ചെറിയ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെ അത് സൈഡ് ഡിഷാണ് കടലക്കറി. കല്യാണം ഗ്രീൻ പീസ് അല്ലേ? ഞാൻ കടലെന്ന് പറഞ്ഞ എടുത്ത് കഴിച്ചതായിരുന്നു. അത് കൊള്ളാം, നല്ല എരിവുണ്ട്. പാലപ്പത്തിന്റെ കൂടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അതെ
പണി തുടങ്ങിയല്ലോ റെസ്റ്റോറൻറ്റ് മൈക്കൂടി. വാട്ടർമാൻ പണി തുടങ്ങി. ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത പ്രോൺസ് ഡ്രൈ ഫ്രൈ നമ്മൾ ആരെയും പിടിഞ്ഞേക്കുന്നത് എങ്ങനെയുണ്ട്? ബീഡി പോലെ തലയാണോ ഒന്നും കളയത്തില്ല. അതിന്റെ മറ്റേ ബേസിക് ആരൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് രക്ഷയുണ്ട്. നമ്മൾ മറ്റേ സാധനം കഴിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഞെക്കിയ നമ്മൾ കഴിക്കും. ഓ അല്ല ഇതിന്റെ എന്തോ കളഞ്ഞേക്കുന്നത്? എവിടെ കളയായിരിക്കുന്നു? ഞാനൊന്നും കളയില്ല. അതായത് ഇത് ബാക്കിലെ തോല് കളയും. ഫ്രണ്ടിലെ മുള്ളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നോർമലി കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു പീസ് കിട്ടും, തല പീസ്. ഇതിനകത്ത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉദ്ദേശിന്റെ മജ്ജ വരും. ഓ ഇതിപ്പോ ഓൾറെഡി ഫ്രൈ ആയിട്ടിരിക്കും, ഒന്നും കളയാനില്ല. ഇത് കഴിഞ്ഞ് ഓരോ ബിയർ അടിച്ചല്ല കുഴപ്പമില്ല. നമ്മുടെ പറഞ്ഞത് പരമാർത്ഥമാണ്. കാരണം ഞാൻ ഇമാതിരി സാധനങ്ങളുണ്ട് ചിക്കൻ കഴിക്കാറില്ല. അപ്പൊ ഇത് കഴിച്ചപ്പോ എനിക്ക് ഫീൽ ആയിരുന്നു കറക്റ്റ് PDF തന്നെ. നമ്മള് കഴിക്കുന്ന പ്രോൺസ് ആണെന്ന് പറയത്തില്ല, ആ ഒരു രൂപം കാണുമ്പോ പറയാം, കഴിച്ചാ പറയാൻ പറ്റത്തില്ല. അതെ, കാരണം എനിക്ക് തോന്നുന്നു PDF ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ മസാലക്കൂട്ട് ആയിരിക്കും. കാരണം പ്രോൺസ് ഡ്രൈ ഫ്രൈ, പ്രോൺസ് മാത്രമേ മാറുള്ളൂ. ബാക്കി ഡ്രൈ ഫ്രൈയുടെ മസാല PDF തന്നെ ആയിരിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അതെ പിന്നല്ല. പക്ഷെ എന്താണുള്ള സാധനം അടിപൊളി. ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ സൂപ്പറാണ്. അതുകൊണ്ട് മൈക്രോവേവ് എത്തലോ ബിയർ വരുന്നുണ്ട്. അതപ്പോ അതൊക്കെ അടിച്ചാൽ മതിയാ. ഐസ് വേണ്ടേ? ഐസ് രാഞ്ഞിന്റെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്ത് ശരിക്കും. ഓരോന്നുമില്ല, ഒരുപാട് തണുപ്പായ പണിയിടും. മതിയാ മതി. രണ്ട് ഗ്ലാസ്സിന് പെഗ്ഗിന് ഒഴിക്കാൻ പറ്റിയ സോഡയാണ്. ഒരു മീൻസ് കണക്ക് പ്രകാരം. എനിക്കിത് നല്ല പോലെ ഇഷ്ടപ്പെടും. നീ അത് കഴിക്കുന്നില്ലേ? അത് കഴിക്കാം. തീരണ്ടല്ലെന്ന് വെച്ചാൽ പിടിക്കായിരുന്നേ. നീ പിടിച്ചു. എനിക്കത് അത്ര ഒരു താല്പര്യമില്ല. ഞാൻ ഈ തലയും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അതിന്റെ കൂടുതൽ വേസ്റ്റ് കറക്റ്റായിട്ട് കളിക്കാനായിട്ട് നല്ലൊരു പീസ് കിട്ടും. ശീതമുണ്ടല്ലോ നമ്മുടെ ഇപ്പൊ ഫ്രൈ ആയിട്ട് എടുത്തോണ്ടേ ഇതിപ്പോ ഒന്നും നോക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ കറിയിലെ സാധനം ഉണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ സ്പിറ്റ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കുള്ളൂ. ഈ ഒരു പീസ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇത് മിക്കൊരു കഴിക്കാൻ മാറ്റിയത് ആ ഒരു പച്ചയായിട്ട് പച്ചയായിട്ട് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് ഫുള്ള് മാംസമുണ്ട്. ഇതിന്റെ കാലിന്റെ അറ്റം വെട്ടിക്കളഞ്ഞാൽ ഇതിന്റെ അതായത് ഇതിന്റെ കുമ്പത്ത് ഇവന് കൊമ്പുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് മാക്കി മിച്ചം വെച്ചേക്കുന്നത്. പക്ഷെ ഈ പ്രോൺസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ ചെയ്യാൻ നോക്കാതെ കഴിച്ചു വിട്ടു. ശരി. എല്ലാം കൂടെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് അല്ലേ സവോളയും. ഈ പറയുന്ന സവോള നമുക്ക് പച്ചക്ക് കഴിക്കാൻ
ചിലർ കഴിക്കും, ചിലർക്ക് പച്ചക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ബീഫ് ഫ്രൈയുടെ കൂടെ സവോള ഇല്ല, സവോള ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇതേക്കണക്ക് ഈ ഫ്രൈ വരുന്ന സാധനത്തിന്റെ കൂടെ എല്ലാം സവോള ഇല്ലാതെ കപ്പലണ്ടി, നമ്മുടെ കപ്പലണ്ടി ഫ്രൈ കപ്പലണ്ടി അതിന്റെ കൂടെ അരിഞ്ഞ് സവോള ഇട്ട് അറിയാം. പിന്നെ അതുമായിട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. നേരെ വെച്ചാൽ ആ ഫ്രൈ കപ്പലണ്ടി ആയിരുന്നു പച്ചക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് തോന്നുന്നില്ല. കട്ടറമ്മാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾഡ് മെനിന്റെ ലെജൻഡ് ആണ് തോന്നുന്നല്ലേ കട്ട സാധനം. ഇല്ല, സാധനം കുഴപ്പമില്ല, സ്മൂത്ത് ആണ്. അല്ല അതല്ല, ഓൾഡ് മെനിന്റെ പല പേരുകളുണ്ട്. ആ വേരിയന്റ് ഓൾഡ് മെനിന്റെ ലെജൻഡ് ആണ്, നമ്മുടെ സാധാരണ സാധനം. വായിക്കാനാണ് സാധ്യത. ആയിരിക്കണം, കാരണം ബാറുകളെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ആ സെയിം സാധനമാണ്. ബിയർ പറഞ്ഞത് നമ്മുടെ സ്വന്തം ബഡ്വൈസർ. വേറെ ഒരുപാട് ബിയറുകളുണ്ട്. കോൾഡ് ഉണ്ട്, കിങ് ഫിഷറിന്റെ പ്രീമിയം ഉണ്ട്, പിന്നെ ഏതാ നമ്മുടെ കേഫിന്റെ സ്റ്റോം ഉണ്ട്, ബുള്ളറ്റ് ബിയർ ഉണ്ടെന്ന് ഒരുപാട്. പക്ഷെ അതെല്ലാം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ബഡ്വൈസർ നമ്മള് പറഞ്ഞത് അരമണിക്കൂർ നമ്മൾ കാണുമെന്ന് പറഞ്ഞത്. അരമണിക്കൂർ കാണും. പാഴ്സൽ പറഞ്ഞു, അത് പാഴ്സൽ നമ്മൾ പറഞ്ഞ അരമണിക്കൂർ എന്തായാലും ഇവിടെ കാണും. ഒന്നെങ്കിൽ ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അരമണിക്കൂറിനുള്ളിൽ. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ടേബിളിൽ കാണും, പാഴ്സൽ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ പാഴ്സൽ കൊണ്ടുവരാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മനസ്സിൽ മനസ്സിലായി. പക്ഷെ ഈ പാക്ക് കേട്ട ഞാൻ സപ്ലയർ ഉദ്ദേശം എന്താ പറയാ, എന്തായാലും ഇവിടെ കാണും. ആ രണ്ട് പാഴ്സൽ, രണ്ട് പൊറോട്ടയും സാധനവും ടേബിളിൽ കഴിക്കാൻ കൊണ്ടുപോവാം. ഓക്കെ. പക്ഷെ നമ്മുടെ തീയതി ശരിയായില്ല. ഒഴിച്ചപ്പോഴും ശരിയായിട്ടില്ല, കഴിച്ചപ്പോഴും ശരിയായിട്ടില്ല. ശരിയായി മോനെ, ശരിയല്ല, ശരിയല്ല, ശരിയല്ല. അതൊരു കാര്യമുണ്ട്. നിങ്ങളെ ഓൾ ഐസ് ടു കെയർ MD ആൽക്കഹോളിക്കിനേക്കാളും വാട്ടർമാനേക്കാളും ഇച്ചിരി പ്രായത്തിൽ മൂത്തതാണ്. അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്, അല്ലെ? നമ്മുടെ വാട്ടർമാൻ MDക്കാളും പ്രായത്തിൽ ഇച്ചിരി എളുപ്പമാണെങ്കിലും അടിയുടെ കാര്യത്തില് തുല്യനാണ്. ആ ഒരു കെയർ ഓഫിൽ നമ്മൾ അടിക്കും, അല്ലെ? നമ്മൾ അടിക്കും, പക്ഷെ വലത്തെ കയ്യിലേക്ക് കൊണ്ടുവരണം. നോ ചാൻസ് മാൻ. MDയുടെ കാര്യങ്ങളൊക്കെ സ്വന്തമാണ്. അതെ, അപ്പൊ പറഞ്ഞപ്പോ തന്നെ നമ്മളെ തെറ്റിക്കുന്നുണ്ടല്ലേ? അതാണ്. അതൊക്കെ വിളിക്കട്ടെ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് നോക്കട്ടെ. അതിന്റെ കഥ കഴിഞ്ഞു. സിംഗിൾ കുപ്പി ലാസ്റ്റ് ബോട്ടാണ് മക്കളെ. ഒന്നുമില്ല, എവിടെ കഴിഞ്ഞു. കൂടുതൽ വന്നിരിക്കുന്ന അമ്മ. It's time to close off this business in Thrissur. അതായത് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടായി. The last topic is this. So the last cheers of the night is here. Not final cheers is here. And cheers with you. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ തൃശ്ശൂർ വീഡിയോ ഞങ്ങൾ ഇവിടെ ക്ലോസ് ഓഫ് ചെയ്യണം, അല്ലെ? ഇവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർക്കണം, അല്ലെ? പരിപൂർണമായിട്ട്. സോ ഇറ്റ്സ് ഓക്കേ. പുതിയൊരു ബ്രാൻഡുമായി we will be joining very soon. So good night and cheers to you all. Cheers to you all. Have a sweet night. Hey guys. അങ്ങനെ റൂമിലൊക്കെ എത്തി ഒന്ന് സെറ്റിലായി. നമ്മുടെ ചെറുതായിട്ടൊന്നും കൂടെ ഒരെണ്ണം കൂടെ അടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ വാട്ടർമാനെയും കൂടെ നോക്കാം. പുള്ളി അടിച്ച് സെറ്റായിട്ടാണ് ഇന്നലെ പോയത്, നിങ്ങൾ കണ്ടാണല്ലോ. എന്തായാലും നമുക്ക് റൂമിലോട്ടൊന്ന് പോയി നോക്കാം. സ്റ്റേ വിത്ത് മീ. കഥവൊന്നും അടയ്ക്കാതാണ് കിടന്നത്. ഓഹോ, ഈ പരുവത്തിലായ വെള്ളത്തിന്റെ സൗണ്ട് കേട്ടപ്പോഴേ വിചാരിച്ച്
ഓയ് മിസ്റ്റർ വാട്ടർമാൻ, ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ ബന്ധികളുണ്ടല്ലോ. എന്തായി? വേണ്ട, കിടന്നോണ്ട. നീ ചാവൂ. ഇനി വൈറ്റ് ഷോപ്പിൽ ചെയ്ത വെള്ളം അടിച്ച് വെള്ളത്തിൽ നിന്നിച്ചെന്ന് പറയണ്ട. ഞാൻ ഒരെണ്ണം കൂടെ അടിക്കാന്നുള്ള യൂറോപ്പിൽ വന്നതായിരുന്നു. ഇനി വേണ്ട, ഒറ്റയ്ക്ക് അടിക്കും.